പത്തനംതിട്ടയിലെ നീറ്റ് പരീക്ഷയിൽ ഹാൾ ടിക്കറ്റിൽ വ്യത്യസ്ത പേര് നൽകിയതിൽ വിദ്യാർത്ഥിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസെടുത്തു. തിരുവനന്തപുരം പരശുവയ്ക്കൽ സ്വദേശി ജിത്തു GR വ്യാജരേഖ ചമച്ചു എന്നാണ് FIR. വിദ്യാർത്ഥിക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയ അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് ചോദ്യം ചെയ്യും. അഭിലാലും AK സ്റ്റെഫിനും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സ്റ്റെഫിനിലേക്ക്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. വ്യാജരേഖ ചമച്ചു എന്നാണല്ലോ ഇപ്പോൾ FIR-ലുള്ളത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്താണ് സ്റ്റെഫിൻ? മോത്തി, ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുകയാണ്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ അക്കാര്യങ്ങളെല്ലാം പുറത്ത് വരികയുള്ളൂ. ഈ കാണുന്നതാണ് നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ. ഇവിടുത്തെ ജീവനക്കാരിയായിട്ടുള്ള ഗ്രീഷ്മയാണ് ആ ഹോൾ ടിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച് വിദ്യാർത്ഥിക്ക് നൽകിയത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചും മനസ്സിലാക്കുന്നത് ഇതുപ്രകാരമാണ്. ഈ പരശുവയ്ക്കൽ സ്വദേശിയായിട്ടുള്ള ജിത്തു നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി അക്ഷയ സെന്ററിൽ എത്തിയിരുന്നു. പക്ഷേ 1700 രൂപയോളം കൊടുത്ത് അപേക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയെങ്കിലും ഇവിടുത്തെ ജീവനക്കാരി ഇത് അപേക്ഷിക്കുന്നതിന് വിട്ടുപോയി. അതിനെ തുടർന്ന് ഈ പരീക്ഷാ സമയമായപ്പോഴാണ് ഹോൾ ടിക്കറ്റ് അന്വേഷിച്ച് വീണ്ടും അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ആ അഭിരാം എന്ന വിദ്യാർത്ഥിയുടെ ഹോൾ ടിക്കറ്റിൽ തിരിമറി കാണിച്ച് മറ്റ് ജിത്തുവിൻ്റെ പേര് അതിൽ വെച്ചുകൊണ്ട് ഒരു തിരിമറിയായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ അത് ആ പത്തനംതിട്ടയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ പരീക്ഷ നടത്തിപ്പുകാർ അത് പിടിച്ചു. അതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടലെടുത്തത്. ഇനി ഏതായാലും വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അക്ഷയ സെന്ററിലെ ജീവനക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഈ അക്ഷയ സെന്ററിലേക്ക് പോലീസ് സംഘം എത്തും. ഇവിടെ നിന്ന് കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും എല്ലാം ശേഖരിച്ചു പോകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ശരി സ്റ്റെഫിൻ, ഈ ആൾമാറാട്ടം നടത്തി എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു, അതിൽ അക്ഷയ സെന്റർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനിരിക്കുന്നു എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതയിലേക്ക് വരാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഏതായാലും പത്തനംതിട്ടയിൽ നിന്നും അഭിലാൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. കുട്ടികൾ ആൾമാറാട്ടം നടത്തിയതാണോ, ഇത് അക്ഷയ കേന്ദ്രത്തിൽ പറ്റിയ പിശകാണോ? ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലല്ലോ. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അഭിലാൽ? ജിത്തുവിൻ്റെ മൊഴിപ്രകാരമുള്ള വിവരങ്ങൾ മാത്രമാണ് പോലീസിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതിനാൽ തന്നെ നിലവിലുള്ള അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള അക്ഷയ സെന്റർ ജീവനക്കാരിയിലേക്കാണ്. അങ്ങനെ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്നലെ തന്നെ പുറപ്പെട്ടിരിക്കുന്നു. ജിത്തുവിൻ്റെ മൊഴിപ്രകാരം നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായി കമ്പ്യൂട്ടർ സെന്റർ ജീവനക്കാരിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ പരീക്ഷാ ഫീസ് അടക്കം 1250 രൂപ അവർ കൈപ്പറ്റി. തുടർന്ന് പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചു. ഏതായാലും വളരെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ കൃത്യമായ അന്വേഷണം പൂർത്തിയാവണം. എന്നാലും നമുക്ക് മനസ്സിലാവും ഇത് എവിടെയാണ് സംഭവം പിഴവുണ്ടായിരിക്കുന്നത് എന്ന്.